അക്ഷരനഗരി എന്ന് ഖ്യാതി കേട്ട കോട്ടയം പട്ടണത്തിൽ ഒരു ഗ്രന്ഥശാലയുണ്ടായിരുന്നു. മറിയപ്പള്ളിയിലെ മഹാത്മജി സ്മാരക ഗ്രന്ഥശാല. ഒരു കാലത്ത് നാടിന്റെ ഹൃദയമായിരുന്ന ഈ ഗ്രന്ഥശാലയിൽ ഇന്നെത്തുന്നത് ഇഴജന്തുക്കൾ മാത്രമാണ്. ഒരു നാടിന് മുഴുവൻ വെളിച്ചം പകർന്ന നാടിൻ്റെ ഒത്തുചേരൽ കേന്ദ്രമായിരുന്ന ഒരു ഗ്രന്ഥശാല ഇവിടെ ഉണ്ടായിരുന്നു. പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും രണ്ടാമൂഴത്തിലെ ഭീമനും ചെമ്മീനുമൊക്കെ ഈ നാട്ടുകാരായി മാറിയിരുന്ന കാലം. പുസ്തകങ്ങൾ വേരുപടർത്തിയ ഇവിടം ഇന്ന് കാടുമൂടി. കൈകൾ കൈമാറപ്പെട്ട പുസ്തകങ്ങൾ ആ ഷെൽഫുകളിൽ ചിതലുകൾക്ക് ആഹാരമായി. 2 പതിറ്റാണ്ടായി ഈ ഗ്രന്ഥശാല ഇങ്ങനെയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള പുസ്തകങ്ങളും ആയുധശാലകളെക്കാൾ വീര്യമുള്ള പുസ്തകശാലയും തകർന്ന് നാമാവശേഷമായി. ഇഴജന്തുക്കൾ ഇവിടുത്തെ അന്തേവാസികളുമായി. ഒരു കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഇത് ജീർണാവസ്ഥയിലാണ്. ജീർണാവസ്ഥ വെച്ചാൽ അന്നത്തെ കമ്മിറ്റിയിൽ പൊതുയോഗം വിളിച്ചാൽ ആൾക്കാർ വരാനില്ല. അങ്ങനെ ഒരു കാലക്രമേണ പലരുടെയും ജീവിതത്തിൻ്റെ ഒരു സംഭവം കൊണ്ട് അങ്ങനെ അന്നത്തെ കമ്മിറ്റികൾ വിട്ട് പോയി. പിന്നെ പൊതുയോഗം കൂടാൻ പറ്റിയിട്ടില്ല. ആരും ശ്രദ്ധിക്കാതെ വന്നു. അങ്ങനെ ഫലമായിട്ട് ഇത് നശിച്ച് പോയി എന്നുള്ളതാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ 1963 ഫെബ്രുവരി 15 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറാണ് ഗ്രന്ഥശാലയ്ക്ക് തറക്കല്ലിട്ടത്. 2005 വരെ നല്ല നിലയിൽ പ്രവർത്തിച്ച ഗ്രന്ഥശാലയാണ് കാലത്തിന്റെ ചടുലമാറ്റത്തെ അതിജീവിക്കാനാവാതെ ഈ ഗതിയിലായത്. മറിയപ്പള്ളിയിലെ മഹാത്മജി സ്മാരക ഗ്രന്ഥശാലയുടെ ദുർഗതി പുസ്തകപ്രേമികളുടെ കണ്ണ് നിറയ്ക്കുന്നതാണ്. ഗ്രന്ഥശാലയുടെ വീണ്ടെടുപ്പിനായി നാട്ടുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ശ്രമങ്ങളിലൂടെ ഇപ്പം പുതിയ തലമുറയെ കൂടെ അവരെ കൂടെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അക്ഷരങ്ങളോട് താല്പര്യമുള്ളവരാക്കി പുതുതലമുറയെ മാറ്റി ഗ്രന്ഥശാലകളുടെ അതിജീവനം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അധികൃതർ ഏറ്റെടുക്കണം. ഓരോ നാടിൻ്റെയും സാംസ്കാരിക കേന്ദ്രങ്ങളായ ഇത്തരം ഗ്രന്ഥശാലകൾ കാലാതിവർത്തിയായി തന്നെ തുടരണം. ഈ ലോകത്തിൽ ഒരേയൊരു വഴി മാത്രമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. അത് ഗ്രന്ഥശാലയിലേക്കുള്ള വഴിയാണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പുതുതലമുറ ആ വഴിയെ പാടെ മറന്നിരിക്കുന്നുവെന്ന് ഈ ഗ്രന്ഥശാലയിലെത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും ഇന്നത്തെ തലമുറ എത്രമാത്രം അകലം പാലിക്കുന്നുവെന്ന് തകർന്നു കിടക്കുന്ന ഈ ഗ്രന്ഥശാലയും ചിതലരിച്ച ഇവിടുത്തെ പുസ്തകങ്ങളും വ്യക്തമാക്കുന്നു. കോട്ടയം മറിയപ്പള്ളിയിൽ നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.